സുഹൃത്തുക്കളെ, വീണ്ടും VS-നെ കുറിച്ചാണ് പറയുന്നത്. ഞാനിപ്പോൾ ഒരു വീഡിയോ കാണാനിടയായി. ആ വീഡിയോ പിന്നെ വളരെ രസകരമായിട്ട് അദ്ദേഹം പിന്നെ 2012 നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിൻ്റെ ദിവസം TP ചന്ദ്രശേഖരൻ്റെ വീട്ടിൽ ചെന്നപ്പം പത്രക്കാരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഫോട്ടോ സെഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം, നിങ്ങളുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട്. കാരണം ഇവർക്ക് സ്വകാര്യമായി സംസാരിക്കാനുണ്ടാവും കേസിനെ കുറിച്ചോ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചോ ഒക്കെ. അപ്പോൾ വേണുമുണ്ട്, കെക്കരമ്മയുണ്ട്, എല്ലാവരും ഉണ്ട്, അവരോ വഞ്ചിയത്തെ പാർട്ടിക്കാരൊക്കെ അവിടെ ഉണ്ട്. അത് പറയുമ്പോൾ ആൾക്കാർ പത്രക്കാരോട് പറയണ്ട, ഇറങ്ങാനെന്ന് പറയുന്നുണ്ട്. പറയേണ്ട, അവരെ നിങ്ങൾ തള്ളിവിടുകയൊന്നും വേണ്ട, അവർ പോയിക്കോളൂ. ഞാൻ അവരോട് പറഞ്ഞല്ലോ, അവരിപ്പോൾ ഞാൻ അവരോട് പിന്നെ അഭ്യർത്ഥിച്ചിട്ടുണ്ടല്ലോ, അവരപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവർ പോയിക്കോളൂ എന്ന് പറഞ്ഞു. എത്ര മാന്യമായിട്ട് പത്രക്കാരെ കൈകാര്യം ചെയ്തിട്ടില്ല. ഇന്ന് വരെ പത്രക്കാരെ ചാടി കളിക്കുന്ന കണ്ടിട്ടുണ്ടോ? മറ്റേ ആളെ എന്താ സ്ഥിതി? കാരണഭൂതം കടക്ക് പുറത്ത് അഹങ്കാരല്ലേ? അപ്പോൾ എല്ലാ മനുഷ്യനോട് കൺമുമ്പിൽ കാണുന്ന ഓരോ മനുഷ്യനോട് അവരോട് തൊഴിൽ ചെയ്യുമ്പം അതിനകത്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത് കേൾക്കും. എനിക്കിപ്പോൾ പ്രതികരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നിൽക്കാറില്ലല്ലോ. വീണ്ടും വീണ്ടും പോയിട്ട് കുത്തി ചോദിക്കാനൊന്നും നിൽക്കില്ല. അല്ലെങ്കിൽ ഞാൻ പിന്നീട് നിങ്ങളെ കാണാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ, അത്രയേ ഉള്ളൂ വിഷയം. അത് പറയേണ്ട രീതിയിൽ പറഞ്ഞാൽ മതി. ഇദ്ദേഹം എന്താ വെച്ചാൽ ക്യാപ്റ്റനും കാരണഭൂതനും ഒന്നും ചെയ്യുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ ചോദിക്കുക, ഒരാളെ ഭൂതം എന്ന് വിളിക്കുമ്പോൾ അതിങ്ങനെ ആസ്വദിച്ചിരിക്കുക. കാരണഭൂതം, ഇയാളെ ഭൂതമോ പിശാചോ ഒക്കെ സാധാരണ എന്തെങ്കിലുമൊക്കെ ആവട്ടെ, അയാളുടെ വിഷയമല്ല, മൂപ്പരതൊക്കെ ആയിരിക്കും. പക്ഷേ VS ഒരു സഖാവായിരുന്നു. മറ്റേ ആളെ സഖാവ് എന്ന് വിളിച്ചാൽ വലിയ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് PR കിടത്തിയിട്ട് ഇങ്ങനെ വിളിപ്പിക്കുകയാണ് ആൾക്കാരെ കൊണ്ട്. എന്നിട്ട് കുറേ ഉളുപ്പില്ലാത്ത കുറേ പെണ്ണുങ്ങൾ അവിടെ പോയിട്ട് മൂടും കുലുക്കിയിട്ട് തിരുവാതിര കളിക്കുക. തിരുവാതിര കളി മോശമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷേ ഇങ്ങനെ ആളെ പുകഴ്ത്തി ദൈവമാണെന്ന് പറഞ്ഞ് സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് തിരുവാതിര കളിക്കുമ്പോൾ ഉളുപ്പില്ലേ ഇവർക്കൊക്കെ? കാരണം ഈ പാർട്ടിക്കകത്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം അങ്ങനെ കളിക്കാൻ പോണേ. പാർട്ടി പറയുമ്പോൾ ഒന്ന് തിരുവാതിര കളിച്ചോണം, പാർട്ടി പറയുമ്പോൾ കാരണഭൂതെന്ന് വിളിച്ചോണം. ഇല്ലാന്നുണ്ടെങ്കിൽ ലോക്കൽ കമ്മിറ്റിയിലുള്ള ആളെ ബ്രാഞ്ചിക്ക് തരം താഴ്ത്തും, ഏരിയ കമ്മിറ്റിയിലുള്ള ആളെ പിന്നെ LC തരം താഴ്ത്തും. അപ്പോൾ അതിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇവരെ സൂചിപ്പിക്കലും ഇവരെ പൂഴ്ത്തലും ഒക്കെ നടത്തിക്കൊണ്ടേയിരിക്കണം. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റേ ആൾ സഖാവാണ്. EMS സഖാവായിരുന്നു, ചടയൻ ഗോവിന്ദൻ സഖാവായിരുന്നു, നായനാർ സഖാവായിരുന്നു, KR ഗൗരിയമ്മ സഖാവായിരുന്നു. അവരൊക്കെ സഖാക്കളാണ്. സീതാറ യെച്ചൂരി സഖാവായിരുന്നു, ഹരികൃഷ്ണൻ സിംഗ് സുർജിത്ത് സഖാവായിരുന്നു, ജ്യോതി ബസു സഖാവായിരുന്നു. ഇത് കാരണഭൂതം എന്ന് പറഞ്ഞ് കുട്ടികളൊക്കെ പറയാൻ ഭൂതം എന്നാണ് വിളിക്കുന്നത്. ഇപ്പൊ കാരണഭൂതം എന്നുള്ളത് മൊത്തം പറയാൻ കിട്ടാത്തുള്ളൂ. ചെറിയ കുട്ടികളൊക്കെ ഭൂതത്തിനെ കാണാനുണ്ടെന്ന് പറയും TV-യിലൊക്കെ കാണുമ്പോൾ. പിന്നെന്താ വെച്ചാൽ മൂപ്പര് ഈ പിന്നെ സ്കൂളിൽ 7ാം ക്ലാസ് വരെ VS പഠിച്ചിട്ടുള്ളൂ. ബ്രണ്ണൻ കോളേജിലൊന്നും പഠിക്കാത്തതുകൊണ്ട്, കോളേജിലൊന്നും പഠിക്കാൻ അവസരം കിട്ടാത്തതുകൊണ്ട് പിന്നെ ഒരു പ്രത്യേക ആക്ഷൻ കാണിച്ച് പ്രത്യേക ശബ്ദം പുറപ്പെടുവിക്കാനൊന്നും നമുക്ക് പറ്റിയിട്ടില്ല. അങ്ങനത്തെ കലാപരിപാടികളൊന്നും നമുക്ക് അറിയില്ല. നമ്മളെ കൈകൊട്ടിയാലേ കൈകൊട്ടുന്ന ശബ്ദം വരിക. ഈ പ്രത്യേക ആക്ഷനും പ്രത്യേക ശബ്ദമൊക്കെ ഇയാൾക്ക് മാത്രമേ പറ്റില്ല. കാരണം ഇയാൾക്ക് കാരണഭൂതമാണല്ലോ, ഭൂതത്തിന് പലതും സാധിക്കും. മാൻഡ്രേക്കല്ലേ, ജൂനിയർ മാൻഡ്രേക്കാണ്, അത്ഭുതങ്ങളൊക്കെ കാണിക്കാൻ പറ്റും. VS-ന് അങ്ങനെയുള്ള ശേഷികളൊന്നുമില്ല. VS ബോംബുണ്ടാക്കാൻ ആളെ പറഞ്ഞിട്ടില്ല. VS ആളെ കൊല്ലാൻ പോയിട്ടില്ല, കൊല്ലിക്കാൻ പോയിട്ടില്ല. VS അപ്പീലുകൾ സമരം നടത്തിയല്ലോ സോളാർ വിഷയത്തിൽ. അതിന് VS ഒരു റോളും വഹിച്ചിട്ടില്ല അപ്പീലുകൾ സമരത്തിൽ. അപ്പീട്ട് തിരുവനന്തപുരം മുഴുവൻ സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ പരിസരം തിരുവനന്തപുരം ടൗൺ മുഴുവൻ നാട്ടിച്ചു 2 ദിവസം കൊണ്ട്. അത് കഴിഞ്ഞപ്പോൾ നാട്ടുകാരോടൊന്ന് തല്ലി ഓടിക്കുന്നു വന്നപ്പം നാട്ടുകാർക്കോടെ ജീവിക്കണ്ടേ. അപ്പോൾ എല്ലാം കൂടി തിരിച്ചു വണ്ടി കയറി പോന്നു. ഉമ്മൻചാണ്ടി രാജിച്ചിട്ടേ പോരുള്ളൂ എന്ന് പറഞ്ഞ് പോയതാ. പിന്നെ ഉമ്മൻചാണ്ടി രാജിവെക്കേണ്ട ഒന്നും വേണ്ട. ഇവർക്ക് ഇവരുടെ വിസർജ്യത്തിൻ്റെ നാട്ടം കൊണ്ടോട്ട് പിടിച്ചിക്കാൻ വയ്യ. കാരണം ഇത്രയും ആൾക്കാർക്കുള്ള ഇതിലുള്ള ഫെസിലിറ്റി ഇല്ല, പബ്ലിക് ടോയ്ലറ്റ് ഒന്നും ഇല്ല അവിടെ. 10,000-കണക്കിന് ആൾക്കാരോട് ഇങ്ങോട്ട് പോരുമെന്ന് പറഞ്ഞു. സെക്രട്ടേറിയറ്റിലോട്ട് അപ്പിടുക. എന്ത് സ്ഥിതി! നമ്മൾ ഈ തമിഴ്നാട് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുമ്പോൾ ആന്ധ്രയിലേക്കൊക്കെ പോകുമ്പോൾ പണ്ട് ഉണ്ടായിരുന്നു. ഇപ്പം ഈ സ്വച്ഛ് ഭാരത് വന്ന ശേഷം മാറി. ഈ റെയിൽവേ ട്രാക്കിലൊക്കെ അവർക്കൊന്നും പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ വീട്ടിൽ ടോയ്ലറ്റ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ വന്നിട്ട് ആൾക്കാരിരിക്കും. അത് അപ്പുറത്തും ഇപ്പുറത്ത് ഇരിക്കുന്ന ഒരു വീഡിയോ തന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് ഷെയർ ചെയ്തിട്ടൊക്കെ സൊറ പറഞ്ഞിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്. അത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടോ 3 ആളൊക്കെ ചുറ്റും വട്ടത്തിലിരുന്ന് അടുപ്പൂട്ടിയ മാതിരി ഇരുന്നിട്ട് നമ്മളെ മൗദൂദികളുടെ ചാനലോ അടുപ്പൂട്ടി ചർച്ചയ്ക്ക് ഇരിക്കുന്ന മാതിരി ഇരുന്ന് ഈ പരിപാടി ഈ പിന്നെ ടോയ്ലറ്റ് പോകലിൻ്റെ കൃത്യവും നടക്കും. അതിൻ്റെ കൂട്ടത്തിൽ ഈ സുഹൃത്ത് വലിച്ച് സ്വറവറയിലും കൂടി നടക്കും. ഇതൊക്കെ നടത്തിയ കേരളത്തിൽ ആകെ കണ്ടത് അന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഫാരിസ് അബൂബക്കറിൻ്റെ അടുത്ത് പൈസ മേടിച്ചിട്ട് ഫുട്ബോൾ മത്സരം നടത്തിയിട്ടില്ല. സഖാവ് VS അതിനൊന്നും പോയിട്ടില്ല. അത്തരം ആളുകളോട് കൃത്യമായ കൈയകലത്തിലാണ് നിർത്തിയിട്ടുള്ളത്. പാർട്ടി ചാനലിൻ്റെ ഹെഡായിട്ടുള്ള ബ്രിട്ടാസിനെ ചെന്നൈയിലേക്ക് പറഞ്ഞയച്ച് അവിടെ പോയിട്ട് ഫാരിസ് അബൂബക്കറിൻ്റെ ഇന്റർവ്യൂ എടുത്തിട്ടില്ല.
കളമശ്ശേരി ബസ് കത്തിക്കൽ കേസിന് ശേഷം സൂഫിയ മദനിയെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്റർവ്യൂ എടുപ്പിച്ചിട്ടില്ല. സഖാവ് VS ഒരാളെയും വെളുപ്പിക്കാനും കറുപ്പിക്കാനും രണ്ടിനും പോകാത്ത ആളാണ്. കൺമുമ്പിൽ കാണുന്ന ശരികളെ അത് തികഞ്ഞ ബോധ്യത്തോടെ അവതരിപ്പിക്കും. ഒരാൾ മോശക്കാരനാണെങ്കിൽ മോശക്കാരനാണ്, നിങ്ങൾ ചെയ്തത് തെറ്റാണെങ്കിൽ തെറ്റാണ് എന്ന് പറയും, ശരിയാണെങ്കിൽ ശരിയാണെന്നും പറയും. നീതിബോധമുള്ളൊരു മനുഷ്യൻ, സാധാരണക്കാരായ മനുഷ്യർക്കിടയിൽ പ്രവർത്തിച്ച് അങ്ങനെ കടന്നു വന്നൊരു മനുഷ്യൻ. 7ാം ക്ലാസ്സിൽ പഠനം അവസാനിപ്പിക്കേണ്ടി വന്ന, 4ാം ക്ലാസ്സിൽ അമ്മ മരിച്ച, 11ാമത്തെ വയസ്സിൽ അച്ഛൻ മരിച്ച ഒരു മനുഷ്യൻ, ജീവിതത്തിന്റെ യാതനകളോട് മല്ലിട്ട് വന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയൊരു മനുഷ്യൻ. അദ്ദേഹം എവിടെ കിടക്കണം, മറ്റേയാൾ എവിടെ കിടക്കണം? പിന്നെ ഇയാൾ പറഞ്ഞല്ലോ, മറ്റേ ബക്കറ്റിലെ വെള്ളം പ്രയോഗം നടത്തിയല്ലോ, ശംഖുമുഖത്തെ റാലി വന്ന് ഇയാളെ യാത്ര വന്ന് സമാപിച്ചപ്പോൾ ബക്കറ്റിലെ വെള്ളമൊന്നുമല്ല VS ഒരു മഹാസമുദ്രമാണ് എന്ന് ഇപ്പൊ തിരിച്ചറിഞ്ഞില്ലേ? ഈ ജനങ്ങൾ അദ്ദേഹത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത് കാണുന്നില്ലേ? ആളുകൾ കരയുന്നത് കാണുന്നില്ലേ? കൊച്ചു കുഞ്ഞുങ്ങൾ, യുവാക്കൾ, യുവതികൾ, പ്രായമായവർ, അംഗവൈകല്യം ഉള്ള ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ ഒക്കെ വന്ന് കാത്തിരിക്കുക. 1-2 മണിക്കൂറല്ലേ, 8-10 മണിക്കൂറെ കാത്തിരിക്കുന്നത് ഒന്ന് കാണാൻ, ഒന്ന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ. മറ്റേ ആളൊക്കെ ചത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ഞാനുള്ള കയ്യിൽ നിന്ന് കായ് മുടക്കിയിട്ട് ആൾക്കാരെ കൊണ്ടുവരേണ്ടി വരും ആരെങ്കിലും. ഇയാള് ഒരു പക്ഷേ മറ്റേ ആള് ഞാൻ പറഞ്ഞില്ല, ബക്കറ്റിലെ വെള്ളമൊന്നുമല്ല, ഒരു മഹാസമുദ്രമാണ് സഖാവ് VS. മൂപ്പരെ സഖാവ് എന്നാണ് വിളിക്കാറുള്ളത്. മൂപ്പര് ഈ മറ്റേ വിളികളൊന്നും കേട്ട് കഴിഞ്ഞാൽ ബോധമൊന്നും ചേർത്താനൊന്നും വിളിക്കാൻ പോയി കഴിഞ്ഞാൽ ഗെറ്റൗട്ട് അടിക്കും. അങ്ങനത്തെ സൂചിപ്പിക്കൽ പരിപാടിക്ക് പ്ലീസ് ചെയ്യുന്നതിന് നിന്നു കൊടുക്കാത്ത ഒരാളാണ് മൂപ്പര്. സ്വന്തമായി PR ടീമിനെ ഉണ്ടാക്കിയിട്ടില്ല. അദ്ദേഹം ജനങ്ങൾക്കിടയിലേക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ, അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ, അദ്ദേഹത്തിന്റെ ഇടപെടലുകളിലൂടെയാണ് അദ്ദേഹം ഈ ഇമേജ് ഉണ്ടാക്കിയെടുത്തത്, അല്ലാതെ കായ് മുടക്കിയിട്ടല്ല. അത് മനസ്സിലാക്കണം. മറ്റേ ആള് ബക്കറ്റിലെ വെള്ളം പോലും അല്ല, സെപ്റ്റി ടാങ്കിലെ വെള്ളമാണ്, ഓടയിലെ വെള്ളമാണ് മറ്റേ ആള്. എവിടെ കിടക്കണം? ആന ആടുമാരിയുള്ള വ്യത്യാസമുണ്ട്. ആന ആടുമാരിയും കൂടിയല്ല, ആന പുഴും പോലെയുള്ള വ്യത്യാസമുണ്ട്. മാൻഡ്രേക്ക് ഇദ്ദേഹം എടുത്തിട്ടുള്ള ഓരോ സമീപനങ്ങൾ എടുത്ത് നോക്ക്. ഒരു കാര്യത്തിൽ മധുരയോടൊപ്പം വേദി പങ്കിടാൻ പോയിട്ടില്ല, വെള്ളാപ്പള്ളിയുടെ അടുത്ത ആളാവാൻ പോയിട്ടില്ല. വെള്ളാപ്പള്ളി ഇത് പടച്ചോനാണെന്നല്ലേ പറഞ്ഞേ? വെള്ളാപ്പള്ളി പച്ച വർഗീയത പറഞ്ഞ് നടക്കണ വെള്ളാപ്പള്ളി പടച്ചോൻ. പച്ച വർഗീയത പറഞ്ഞ് ഇവിടെ ആദ്യമായി തീവ്രവാദ സംഘടനയ്ക്ക് രൂപം കൊടുത്ത മദനി, ആത്മസുഹൃത്ത്, വേദി പങ്കിട്ടിട്ട് അപ്പോഴൊക്കെ നിലക്കിർത്തിയിട്ടുള്ള ഈ മനുഷ്യനാണ്. വെള്ളാപ്പള്ളിയുടെ ഏറ്റവും വലിയ ശത്രു ഇയാളാണ്, VS-നോടാണ്. VS ഇന്നും മറ്റേ കാരണബോധനം വേണ്ടിയിട്ട് VS-നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പള്ളൂറിനോടുക്കുകയാണല്ലോ, തെരുവിനോടുക്കുകയാണല്ലോ. ഈ കള്ളാപ്പള്ളിക്ക് തീർന്നു കഴിഞ്ഞാൽ ഇമ്മാതിരി ഒരു വിലാപയാത്ര സങ്കല്പിക്കാൻ പറ്റുമോ? ഇപ്പൊ കയ്യിൽ പൈസ ഉള്ളതുകൊണ്ട്, ഈ സ്ഥാപനങ്ങളൊക്കെ കയ്യിലുള്ളതുകൊണ്ട് അതിലെ പൈസ എല്ലാം വീടുകളോണ്ടൊക്കെ കുറെ പരിപാടി നടക്കും. നീലനെയും നായനാർ മന്ത്രിസഭയിൽ നിന്ന് നീലനെയും അതേപോലെ തന്നെ പിന്നീട് ജോസഫിനെയും ഒക്കെ ഈ TV കുരുവിളെയും ഒക്കെ മന്ത്രിസ്ഥാനം രാജിവെപ്പിച്ചത് VS-ന്റെ ഇടപെടലാണ്. നീലനെ ആദ്യം സപ്പോർട്ട് ചെയ്ത് നിർത്താൻ നോക്കിയവര്, അന്നവരെ നായനാർ മന്ത്രിസഭയില. അയാളെ പേര് പോലെ തന്നെ നീലപരിപാടിയാണ് മൊത്തം. അല്ലെങ്കിൽ അയാളെ വകുപ്പിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന ഉയർന്ന IAS ഉദ്യോഗസ്ഥയെ കണ്ടപ്പോൾ ഇയാൾക്ക് പെണ്ണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ അയാൾക്ക് പിടിക്കാൻ തോന്നും, തിന്നാൻ തോന്നും, ചുംബിക്കാൻ തോന്നും. അവർ ചുണ്ടിന് പരിക്കണ്ടിരുന്നു. ആകത്രയുള്ള ഈ സാധനം നീലൻ. അത് മാത്രമല്ല, ഒരു DFO-നെ, ഉത്തരേന്ത്യക്കാരിയായിട്ടുള്ള DFO-നെ പേര് പറയുന്നത് ശരിയല്ലാത്തോണ്ടാണ്. കണ്ടപ്പോ നിതമ്പത്തിൽ പിടിക്കാൻ തോന്നി, മൂട്ടിൽ പിടിക്കാൻ. അങ്ങനത്തെ തോന്നലാണ്. അത് മറ്റേ ആൾക്കുണ്ട്. പീതാംബരക്കുറുപ്പിനുണ്ടായിരുന്നു ഓഗസ്റ്റ്. ശ്വേതാംബരനെ പിടിക്കാൻ പോയി, അവനെ മാപ്പൊക്കെ പറഞ്ഞ് രക്ഷപ്പെട്ടു, വള്ളംകളി കിടക്കുന്ന സമയത്ത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, അയാളുടെയൊക്കെ കാരണത്ത് ജനം ഇങ്ങനെ മാറി മാറി അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മുദ്രാവാക്യം വിളികളിലൂടെ, ഈ അന്ത്യാഭിവാദ്യത്തിലൂടെ. ഈ പകലും രാത്രിയും മഴയും വെയിലും ഒന്നും നോക്കാതെ മണിക്കൂറുകളോളം ഒരു പ്രാഥമിക കൃത്യം നടത്താൻ സൗകര്യമില്ല. ഈ പാതിരാത്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോട്ടലൊന്നുമില്ല, ചായ കുടിക്കാൻ പറ്റില്ല, വന്ന് നിൽക്കുക മനുഷ്യൻ, കണ്ടിട്ടേ പോകൂ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ കാരണഭൂത നല്ല നമസ്കാരം കേട്ടോ, നിങ്ങളെ ഭാഷത്തിനെ പറയണത് നല്ല നമസ്കാരം. കണക്ക് കൊടുത്ത് നിങ്ങളോട് പറയരുത്, ഞാൻ പുറത്തു പോകില്ല, ഞാൻ നിങ്ങളടുത്തേക്ക് വരുന്നുമില്ല.